ഞാൻ അവളെ കണ്ടില്ല, നീ വാ, നമുക്ക് പോകാം. വൈശാഖൻ മുന്നോട്ട് നടന്നു. ഒന്നും മനസ്സിലാകാതെ വിഷ്ണു പിറകെയും. ഹോ, അവൾ ഏതാ ഇനം? നിനക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ മേലായിരുന്നോ? ഞാനിത് വല്ലോ അറിഞ്ഞോ? വിവരങ്ങൾ അറിഞ്ഞ വിഷ്ണു അവനോട് തട്ടിക്കയറി. ആ പോട്ടടാ, ഇനി ആ മാരണത്തിന് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒന്ന് പൊട്ടിക്കാം. വൈശാഖൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ വിട്ടുകളാ, പോട്ടടാ, അവൾ അങ്ങനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ. സാരമില്ല, നീ വാ, നമ്മൾക്ക് പോകാം. അനൂപ് അവനെ വിളിച്ചു. ആ അനൂപേ, ആള് വരുന്നുണ്ടല്ലോ. വിഷ്ണു ചിരിച്ചപ്പോൾ എല്ലാവരും നോക്കി. അനൂപ് സ്നേഹിക്കുന്ന പെണ്ണാണ് പ്രിയ. അവളെ കണ്ടിട്ടാണ് വിഷ്ണുവിൻ്റെ കമന്റ്. എടാ വാടാ, നമുക്കിനി കട്ടുറുമ്പ് ആകേണ്ടായേ. വിഷ്ണുവും വൈശാഖനും കൂടി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരികെ പോന്നു. എടാ നീ ഒന്ന് ക്ഷമിക്കടാ പ്ലീസ്. ഞാൻ വരാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് തലകറക്കമുണ്ടായത്. പിന്നെ വേഗം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയടാ, അതാണ്. പ്ലീസ് നീ ഒന്ന് വാടാ, ആ കൊച്ചിനെ ഒന്ന് കണ്ടു നോക്ക്. വിജി എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ മറുപടി പറഞ്ഞില്ല. എന്തായാലും പോയി ഒന്ന് കാണാം മോനെ. നീ പറഞ്ഞതുപോലെ ആ വീട്ടിലെ മൂത്ത പയ്യൻ എഞ്ചിനീയർ ആയ സ്ഥിതിക്ക് ഈ വിവാഹം അവർ വേണ്ടെന്ന് വെച്ചോളും. ശേഖരൻ മകനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ല അമ്മേ, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഏട്ടന് കാലത്തെ ഇവിടെ നിന്ന് പോകുന്നത് വരെ യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയത്? വീണ സംശയദൃഷ്ടിയോടെ അവനെ നോക്കി. പോട്ടെ പോട്ടെ, നാളെ എന്തായാലും മോൻ അവിടം വരെ ഒന്ന് പോകണം കേട്ടോ. സുമിത്രയാണ് ഒടുവിൽ വൈശാഖനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. രാത്രി 8:30, ലക്ഷ്മി വിലാസം. മോള് നേരത്തെ കഴിച്ചോടി? അശോകൻ ഭാര്യയെ നോക്കി ചോദിച്ചു. അവൾക്ക് അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ മുതൽ വല്ലാത്ത തലവേദനയായിരുന്നു. ഈ പൊള്ളുന്ന വെയിലത്തല്ലേ ഉത്സവത്തിന് പോയത്? ശ്യാമള ചിരിച്ചു. ഈ കുട്ടിയോട് ആരാ പറഞ്ഞത് ഈ വെയിലത്ത് പോകാൻ? ദീപാരാധനയ്ക്ക് പോയാൽ മതിയായിരുന്നു. ആ, അവളുടെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. ജാതകം ചേർന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെയെങ്കിലും നടന്നാൽ മതിയായിരുന്നു അല്ലേ അശോകേട്ടാ? ശ്യാമള ഊണ് വിളമ്പുകയാണ് ഭർത്താവിന്. പയ്യന്റെ സ്വഭാവമൊക്കെ നല്ലതാണ്. ഞാൻ കരയോഗത്തിൽ വിളിച്ച് അന്വേഷിച്ചതാണ്. ഒരു കുഴപ്പവുമില്ലാത്ത വീട്ടുകാരാണെന്ന്, നല്ല തറവാട്ടുകാരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മുടെ ദീപമോളുടെ വീട്ടുകാരുടെ അത്രയും പണമില്ല. അശോകൻ ഭാര്യയെ നോക്കി. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ മോളുടെ ഈ ജാതകം വെച്ച് അവൾക്ക് ചേരുന്ന ഒരെണ്ണം കിട്ടണ്ടേ? തന്നെയുമല്ല, ഈ പയ്യനാണെങ്കിൽ വിദ്യാഭ്യാസമുള്ളതല്ലേ, അതാണ് ഏറ്റവും വലുത്. പണത്തിൻ്റെ മൂല്യത്തെക്കാൾ മൂല്യം ഇതാണ്, ശ്യാമള വിശദീകരിച്ചു. ഇതാകുമ്പോൾ കുടുംബം നല്ലതാണ്. തന്നെയുമല്ല, ആ വിജിയൊക്കെ നല്ല മര്യാദയുള്ള പെൺകുട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വിജിയെപ്പറ്റി. ആ അമ്മയോടും ഒക്കെ വിജിക്ക് നല്ല സ്നേഹമാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാകുമ്പോൾ. ശ്യാമള കറികൾ ഒന്നൊന്നായി ഭർത്താവിന് വിളമ്പി വെച്ചു. എന്തായാലും നാളെ അവർ വരട്ടെ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടണം, പിന്നെ മോൾക്കും ഇഷ്ടമാകണം, എന്നിട്ട് ബാക്കി നോക്കാം, അശോകൻ പറഞ്ഞു. ലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടമാണ്. കൊച്ചുകുട്ടിയല്ലേ അവള്. അവൾ പറയുന്നത് ഒരു 2 വർഷം കഴിയട്ടെ എന്നാണ്. അവൾക്ക് പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് മതി കല്യാണമെന്ന്. ഈ ചിങ്ങത്തിൽ നടന്നില്ലെങ്കിൽ പിന്നെ 32 വയസ്സ് കഴിയണം. അതല്ലേ? ശ്യാമളയ്ക്ക് അത് പറഞ്ഞപ്പോൾ കണ്ടമിടറി. നാളെ പയ്യൻ വന്നു പോകട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അയാൾ അതുതന്നെ ആവർത്തിച്ചു. അനൂപിനെ കൂടി കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് വൈശാഖൻ ചിന്തിച്ചതാണ്. പക്ഷേ ശേഖരൻ സമ്മതിച്ചില്ല. നീ തനിച്ചു പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ വിജിയും ഗോപനും ആരെങ്കിലും കാണും. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ വൈശാഖൻ തനിച്ചാണ് പുറപ്പെട്ടത്. കരിനീല നിറമുള്ള ഷർട്ടും ക്രീം നിറമുള്ള പാൻറ്റുമാണ് അവൻ്റെ വേഷം. നേരെ വിജിയുടെ വീട്ടിലേക്കാണ് അവൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഗോപൻ കടയിലായിരുന്നു. അതുകൊണ്ട് വിജിയാണ് ആങ്ങളയെ കൂട്ടിക്കൊണ്ടു പോകാൻ നിന്നത്. നീയാണോ ഓടി വരുന്നത്? അളിയൻ എവിടെ? ബൈക്ക് ഒതുക്കി നിർത്തിയിട്ട് വൈശാഖൻ ഇറങ്ങി. എടാ, തൽക്കാലം ഞാനാണ് വരുന്നത്. ആ പെങ്കൊച്ചിനെ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് സാരമില്ല. വിജി ചുരിദാറിൻ്റെ ഷോൾ നേരെ ഇട്ടുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. അളിയൻ വരാമെന്ന് അല്ലേ ആദ്യം പറഞ്ഞത്? എന്നിട്ട് എന്താ പറ്റിയത്? അവൻ മുടി ചീക്കിക്കൊണ്ട് അവളെ നോക്കി. ഗോപേട്ടന് സമയമില്ലായിരുന്നു. കടയിലെ ഒരു സ്റ്റാഫ് ഇന്നില്ല, അതുകൊണ്ടാണ്. നീ വാ, നമുക്ക് വേഗം പോകാം. വിജി ധൃതി കാണിച്ചു. അമ്മ എവിടെ? അവൻ അകത്തേക്ക് നോക്കി. അമ്മ കിടക്കുവാടാ. തിരിച്ചു നീ ഇങ്ങോട്ട് വന്നിട്ടല്ലേ പോകൂ. അപ്പോൾ കാണാം. അവൾ അത് പറഞ്ഞപ്പോൾ വൈശാഖൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മി വിലാസം എന്നെഴുതിയ ഒരു 2 നില വീടിൻ്റെ മുന്നിൽ വന്ന് ബൈക്ക് നിന്നു. ആ, കയറി വരൂ വിജി. വിജിയുടെ ബ്രദറാണല്ലേ? അശോകൻ ചിരിച്ചുകൊണ്ട് വൈശാഖനെ നോക്കി. ഞാൻ അശോകൻ. എൻ്റെ ഇളയ മകളാണ് ലക്ഷ്മി.
അയാൾ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ സഹോദരനെ അവർക്ക് നന്നായി പിടിച്ചു എന്ന് വിജിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ ആർക്കായാലും വൈശാഖനെ ഇഷ്ടപ്പെടും. ഇവിടെ ലക്ഷ്മി? വിജി ശ്യാമളയോട് ചോദിച്ചു. അവൾ റൂമിലുണ്ട് മോളെ, വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമള ഒരു മുറിയിലേക്ക് കയറിപ്പോയി. ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിജിയും പിറകെ കയറിപ്പോയി. ഒരു റെഡ് കളർ സൽവാറാണ് ലക്ഷ്മിയുടെ വേഷം. വിജിയെ നോക്കി അവൾ ചിരിച്ചു. മോളറിയില്ലേ ഈ ചേച്ചിയെ? കണ്ടിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. മോളെ വരൂ, ദേ പയ്യൻ അച്ഛനുമായിട്ട് സംസാരിക്കുകയാണ്, ശ്യാമള അവളോട് പറഞ്ഞു. മിടിക്കുന്ന ഹൃദയത്തോടെ ലക്ഷ്മി അവരെ പിന്തുടർന്നു. ആദ്യത്തെ പെണ്ണുകാണലാണ്. അതിൻ്റെ ഒരു അങ്കലാപ്പ് അവളുടെ മുഖത്ത് കാണാം. ലക്ഷ്മി, ഇതാണ് കേട്ടോ പയ്യൻ, ഇനി കണ്ടില്ലെന്ന് പറയരുതേ. വിജി അത് പറയുമ്പോൾ ലക്ഷ്മി അവനെ ഒന്ന് പാളി നോക്കി. പെട്ടെന്നുണ്ടായ പരിഭ്രമം മറയ്ക്കാൻ അവൾ പാടുപെട്ടു. ഇന്നലെ അമ്പലത്തിൽ വെച്ച് താൻ വഴക്കുണ്ടാക്കിയ ചെറുക്കൻ. വൈശാഖൻ സ്തംഭിച്ചിരിക്കുകയാണ്. ഇവളായിരുന്നോ? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് പോയാൽ മതി എന്നായിരുന്നു അവന്. അവൾ അവന് ചായ കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും പറയാൻ കാണില്ലേ? സംസാരിക്കുക കേട്ടോ. വൈശാഖനും ലക്ഷ്മിയും എന്തെങ്കിലും പറയും മുന്നേ അശോകൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അത് ശരിയാ എന്ന് പറഞ്ഞ് വിജിയും ശ്യാമളയും അടുക്കളയിലേക്ക് നടന്നു. ശ്യാമളയ്ക്ക് അവനെ നന്നേ ബോധിച്ചു. ലക്ഷ്മിയാണെങ്കിൽ ഈ സമയം വൈശാഖനെ നേരിടാൻ തീരുമാനിച്ചതായിരുന്നു. എടോ, താനായിരുന്നല്ലേ? തന്നെപ്പോലെ ഒരുത്തനെ കെട്ടുന്നതിലും ഭേദം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. വന്ന വഴിയെ വേഗം പൊയ്ക്കോണം, അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ലക്ഷ്മി എന്തെങ്കിലും പറയും മുമ്പേ അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. എനിക്കും അമ്മയും പെങ്ങന്മാരും ഉള്ളവനാണ്. താനിപ്പോൾ കൂടുതലൊന്നും പറയണ്ട. എന്നെ ഇഷ്ടമായില്ല എന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. വൈശാഖൻ മെല്ലെ പുറത്തേക്ക് നടന്നു. എടി അശോകന്റെ മോളെ, നിന്നെ കെട്ടിപ്പൂട്ടും ഈ വൈശാഖൻ. അത് 2 തരം. അവൻ പതിയെ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അമ്മേ, ലക്ഷ്മി വിളിച്ചപ്പോൾ വിജിയും ലക്ഷ്മിയും തിരിഞ്ഞു നോക്കി. ആ, ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ? വിജി ചിരിച്ചു. മോൾക്ക് ഇഷ്ടക്കുറവ് വല്ലതും ഉണ്ടോ? വിജി അവളോട് ചോദിച്ചു. ഒരു ഇഷ്ടക്കുറവുമില്ല അല്ലേ മോളെ? ശ്യാമള ചിരിച്ചുകൊണ്ട് മകളെ നോക്കി. ലക്ഷ്മി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇവർ പോയിട്ട് എല്ലാം പറയാമെന്ന് അവൾ ഓർത്തു. മൗനം സമ്മതമാണല്ലോ അല്ലേ ലക്ഷ്മി? വിജി അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. അശോകൻ അപ്പോൾ വൈശാഖനോട് പഠിച്ച കോളേജിലെ പേരും വിവരങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. ഇറങ്ങാമല്ലേ? വിജിയെ കണ്ടതും വൈശാഖൻ അവളെ നോക്കി. മോനെ, 1 മിനിറ്റ്, കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ കണിയാനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്യാമള പോയി ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ ചേരുമെന്ന് പറഞ്ഞതാണ്. ഇത് നമ്മൾക്ക് കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന ആളാണ്. അശോകൻ അതും പറഞ്ഞുകൊണ്ട് അയാളുടെ ഫോൺ കയ്യിലെടുത്തു. എന്നിട്ടയാൾ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് അവൻ കേട്ടു. അത് കണിയാനാണെന്ന് വൈശാഖന് മനസ്സിലായി. ഒരു 10 മിനിറ്റ്, അയാൾ ഇപ്പോൾ തന്നെ വരും. വരൂ, നമുക്ക് അകത്തിരിക്കാം. അശോകൻ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഗത്യന്തരമില്ലാതെ വൈശാഖനും അയാളെ പിന്തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞതും കണിയാൻ അവിടെ എത്തിച്ചേർന്നു. 2 പേരുടെയും ഗ്രഹനില വെച്ച് അയാൾ പരിശോധിച്ചു. കുറ്റം പറയരുതല്ലോ അശോക, ഈ കുട്ടിക്ക് ഇത്രയും യോജിച്ച ഒരു വരനെ ഇനി കിട്ടുകയില്ല. അത്രയ്ക്ക് പൊരുത്തമാണ് 2ആളുടെയും ജാതകം തമ്മിൽ. ഒന്നും നോക്കേണ്ട, നിങ്ങളിത് ഉറപ്പിച്ചോളൂ. പിന്നെ പയ്യന് സർക്കാർ ജോലിക്ക് യോഗമുള്ള ജാതകമാണ്. 100% എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, കണിയാൻ അശോകനെ നോക്കി പറഞ്ഞു. എല്ലാവരുടെ മുഖത്തും സന്തോഷമായി. ഈ കണിയാനാണ് മൂത്ത മകൾ ദീപയുടെ ജാതകവും നോക്കിയത്. അവൾക്ക് എന്താ ഒരു കുഴപ്പം? അശോകൻ മനസ്സിലോർത്തു. ലക്ഷ്മി ഈ സമയം മുറിക്കകത്തായിരുന്നു. അവൾ പിന്നീട് ഇവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് വൈശാഖൻ വിശ്വസിച്ചു. എന്തായാലും ജാതകം ചേർന്ന സ്ഥിതിക്ക് നമ്മൾക്ക് മുന്നോട്ടു പോകാമല്ലേ? വൈശാഖിന്റെ വീട്ടിൽ നിന്നും വേണ്ടപ്പെട്ടവർ എല്ലാം വന്നു ലക്ഷ്മിമോളെ കാണട്ടെ അല്ലേ? അശോകൻ അത്യാഹ്ലാദത്തിലാണ്. ഇയാൾക്ക് ജാതകത്തിൽ ഭയങ്കര വിശ്വാസമാണെന്ന് വൈശാഖൻ ഓർത്തു. അതാണ് ഇയാൾക്ക് ഇത്ര തിടുക്കം. അവൻ ഊറിച്ചിരിച്ചു. വിജി അവിടെ വെച്ച് തന്നെ അച്ഛനെയും ഗോപനെയും എല്ലാം വിളിച്ചിരുന്നു. അശോകനാണെങ്കിൽ വിജിയോട് നമ്പർ മേടിച്ചു വൈശാഖന്റെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ വേണ്ടപ്പെട്ടവരോടും മകളുടെ ഭർത്താവിനോടും ഒക്കെ സംസാരിച്ചിട്ട് വിളിക്കാനാണ് ശേഖരൻ മറുപടി കൊടുത്തത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? വൈശാഖൻ അല്പം ധൃതി കാണിച്ചു. മോളെ ലക്ഷ്മി, അശോകൻ അകത്തേക്ക് നോക്കി വിളിച്ചു. കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി ഇറങ്ങി വന്നു. അപ്പോഴാണ് വൈശാഖൻ അവളെ നേരിട്ട് കണ്ടത്. വീണമോളേക്കാൾ പ്രായം കുറവാണ്.
ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല എന്ന് മുഖം കണ്ടാൽ അറിയാം. വിജി പറഞ്ഞതുപോലെ ഒരു കൊച്ചു സുന്ദരിയാണ്. ഇവളുടെ കഴുത്തിൽ ആരെങ്കിലും ഒരാൾ താലി കെട്ടുവാൻ ഇവൾക്ക് യോഗമുണ്ടെങ്കിൽ അത് ഈ വൈശാഖനാണ് മോളെ. അവൻ ഊറിച്ചിരിച്ചു. മോളെ, ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്, ശ്യാമള മകളോട് പറഞ്ഞു. ഇവൻ ഇന്ന് തന്നെ മടങ്ങണം, അതുകൊണ്ട് ഞങ്ങൾ മടങ്ങുക കേട്ടോ. വിജിയാണെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരി ചേച്ചി, അവൾ പറഞ്ഞു. വരട്ടെ. വൈശാഖൻ അവൻ്റെ കവിൾത്തടം ഒന്ന് തലോടിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവളൊന്ന് പുച്ഛിച്ചു ചിരിക്കുകയാണ് ചെയ്തത്. എടാ, നിനക്കിഷ്ടപ്പെട്ടോ പെണ്ണിനെ? നല്ല മിടുക്കിയല്ലേ ലക്ഷ്മി? ബൈക്കിൽ പോകുമ്പോൾ വിജി അവനോട് ചോദിച്ചു. എൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും കുറ്റം പറയുവോടി? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പേടി, അവൻ പെങ്ങളോട് ചോദിച്ചു. അയ്യോ, ഒരു ഷാരൂഖ് ഖാൻ വന്നേക്കുന്നു, ഒന്ന് പോടാ ചെറുക്ക. അവൾക്കെന്താ ഒരു കുഴപ്പം? നല്ല സുന്ദരി കുട്ടിയാണ് അവൾ, നല്ല നിറവും മുടിയും. അവളുടെ കൈകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്, വിജി സഹോദരനോട് പറഞ്ഞു. എടാ, പിന്നെ ഒരു കാര്യം, ആ കൊച്ച് ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. അവളെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വിടണമെന്ന് ശ്യാമള ചേച്ചി പറഞ്ഞു. അവൾക്ക് പഠിത്തം കഴിഞ്ഞു മതി വിവാഹം എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ വിടാം അല്ലേടാ? അതിന് നിനക്ക് സമ്മതക്കുറവ് വല്ലതും ഉണ്ടോ? എനിക്കൊരു സമ്മതക്കുറവുമില്ല, അവൾ പഠിക്കട്ടെ, അവൻ പറഞ്ഞു. അവൾ ഈ ബന്ധത്തിന് സമ്മതിക്കുകയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഏട്ടാ, ആ കുട്ടിക്ക് മുടിയുണ്ടോ? ഉണ്ണിമോളും വീണയുമാണെങ്കിൽ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട്. മുടിയുണ്ടോ, നിറമുണ്ടോ, മെലിഞ്ഞതാണോ, ഈ നാട്ടിൽ ആരുടെയെങ്കിലും ഷേപ്പുണ്ടോ? ഇങ്ങനെ പോകുന്നു അവരുടെ ചോദ്യങ്ങൾ. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ, സുമിത്ര താടിക്ക് കൈയൂന്നി പറഞ്ഞു. അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? വീണ അച്ഛനെ സമീപിച്ചു. ശേഖരനാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുമെന്ന് അയാൾ ഓർത്തില്ല. തന്നെയുമല്ല, ആദ്യത്തെ മരുമകൻ എഞ്ചിനീയറായ സ്ഥിതിക്ക് ഇതൊരു കാരണവശാലും അവർ ഇഷ്ടപ്പെടില്ല എന്നാണ് അയാളോട് വൈശാഖനും പറഞ്ഞിരുന്നത്. ഗോപൻ പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, അത്രമാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. ഒടുവിൽ അയാൾ മൗനം ഭഞ്ജിച്ചു. ഹാ, ബെസ്റ്റ്. ഈ അച്ഛൻ ഇതെന്താ ഈ പറയുന്നത്? ചിങ്ങത്തിൽ കല്യാണം നടത്തണമെന്നാണ് അവർ പറഞ്ഞത് എന്ന് വിജി ചേച്ചി വിളിച്ചു പറഞ്ഞത്. വീണ എല്ലാവരെയും നോക്കി പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ടാണ് കുട്ടി? ഒരു വിവാഹമൊക്കെ നടത്താനുള്ള ഒരു കെൽപ്പുണ്ടോ നമുക്കിന്ന്? തന്നെയുമല്ല, ഇവന് സ്വന്തമായിട്ട് ഒരു ജോലിയുണ്ടോ? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് വൈശാഖന് മനസ്സിലായി. അതുകൊണ്ട് അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അമ്മയുടെ ഫോൺ അടിക്കുന്നു. വീണ അത് പറഞ്ഞപ്പോഴേക്കും ഉണ്ണിമോൾ അതെടുക്കാനായി അകത്തെ മുറിയിലേക്ക് പോയി. അമ്മാവൻ വീട്ടിലെത്തി എന്ന് പറയുവാനായി അമ്മായി വിളിച്ചതായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. സുമിത്രയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അമ്മേ, ദാ ചേച്ചിയാണ്. അവൾ ഫോൺ അമ്മയ്ക്ക് കൈമാറി. എടി, ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. അത് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ ശേഖരന് കൊടുത്തു. ആ മോളെ, അയാൾ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കാണെങ്കിൽ പ്രായമായി വരികയല്ലേ. നിനക്ക് താഴെ 2 അനിയത്തിമാരും കൂടിയില്ലേ? ആ കുട്ടികളെ കൂടി ആരുടെയെങ്കിലും കൈപിടിച്ചു കൊടുക്കാതെ എങ്ങനെയാണ്? ഉത്തരവാദിത്തം കൂടിയാൽ വൈശാഖനെ കൊണ്ട് പിന്നെ ഒന്നിനും പറ്റാതെ വരും. അയാൾ ഉള്ള കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ വിജിയോട് വിശദീകരിച്ചു. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എൻ്റെ അച്ഛാ, ഞാൻ പറയുന്നതെല്ലാം അച്ഛൻ കേക്ക്. എന്നെ ഇപ്പോൾ അശോകൻ ചേട്ടൻ വിളിച്ചിരുന്നു. മൂത്ത മകളുടെ വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു, അവന് ജോലിയില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവൻ്റെ വിവാഹം കഴിയണം, നല്ല സമയം തെളിയാൻ എന്നാണ് ആ കണിയാൻ പറഞ്ഞത്. തന്നെയുമല്ല, ഈ ദോഷമുള്ളതുകൊണ്ടും ജാതകം ചേർന്നതുകൊണ്ടും അവർക്കൊക്കെ സമ്മതമാണെന്ന്. ആ കുട്ടിക്ക് ഇപ്പോൾ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലതാമസമുണ്ടെന്നും. ബഹുജനം പലവിധമല്ലേ, അതുകൊണ്ട് ഇനി കൂടുതൽ ആരോടും ചിക്കി ചികഞ്ഞ് പറയാൻ നിൽക്കണ്ട എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവർക്ക് 100 വട്ടം സമ്മതമാണ്, വിജി അച്ഛനോട് പറഞ്ഞു.